എഴുന്നേറ്റ് നൽകാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. വിതക്കാരന്റെ ഉപമ. 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ വലിയൊരു ജനാവലി അവന് ചുറ്റും കൂടി. അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ കടലിനഭിമുഖമായി നിന്നു. അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവിൻ. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി മാസം 28-ാം തീയതി ഈ ചൊവ്വാഴ്ച രാത്രിയിൽ വീണ്ടും നമ്മൾ ഈശോയുടെ ചുറ്റും കൂടിയിരിക്കുമ്പോൾ ഒരു കുടുംബനാഥനെ പോലെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഫലം പുറപ്പെടുവിക്കേണ്ടതിനെ കുറിച്ചാണ്. കുടുംബനാഥനായ ഈശോ കുടുംബത്തിലെ അംഗങ്ങളായ ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ തന്നെയാണ്. കുടുംബത്തിലെ അപ്പൻ തന്റെ ഭാര്യയിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തന്റെ മക്കളിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാതാപിതാക്കൾ മക്കളിൽ നിന്ന് ചില കാര്യങ്ങൾ, ചില നന്മകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പോൾ കുടുംബത്തിലെ മാതാപിതാക്കൾ മക്കളിൽ നിന്ന് പുറപ്പെടുമെന്ന് വിചാരിക്കുന്ന, ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില നന്മകൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചില അപ്പച്ചന്മാർ ആൺമക്കളോട്, അവർ 22, 23, 24 വയസ്സൊക്കെ ആയി പണിക്കൊന്നും പോകുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്, കലഹമുണ്ടാക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുവരുന്നത് നീ ഇപ്പോഴും തിന്നുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചില ആളുകൾ സ്നേഹമില്ലാതെ ചോദിക്കാറുണ്ട്, വഴക്കുണ്ടാകാറുണ്ട്. ഒരു മകന് 28 വയസ്സായിട്ട് അവൻ പണിക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ അവനെങ്ങനെ കഴിഞ്ഞുകൂടാണെന്ന് വിചാരിച്ചോ? വഴക്കുണ്ടാകാറില്ല? ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് വഴക്കുണ്ടാകുന്നത്? ഈ അപ്പൻ ഈ മകനിൽ നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന്, അപ്പം മാത്രമല്ല അമ്മയും ഈ മകനിൽ നിന്ന്, ഈ മകളിൽ നിന്ന് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന്
പ്രതീക്ഷിക്കുന്നു. പക്ഷെ ആ പ്രതീക്ഷകൾ ഒരിടത്തും എത്തുന്നില്ല. അപ്പോ ആ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു സ്ട്രഗിൾ ഉണ്ടാവുകയാണ്. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കലഹം ഉണ്ടാകും. അതുപോലെ മക്കളും മാതാപിതാക്കളിൽ നിന്ന് ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതീക്ഷിക്കുന്നുണ്ട്. മക്കളുടെ പ്രതീക്ഷയനുസരിച്ച് മാതാപിതാക്കൾ ഫലം പുറപ്പെടുവിക്കുന്നില്ല. അപ്പൊ മക്കൾ എന്ത് ചെയ്യും? മക്കൾ ചൂടാവും, മക്കൾ പ്രതികരിക്കും, കലഹമുണ്ടാകും, വഴക്കുണ്ടാകും. പ്രൈസ് അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈശോ വിതക്കാരന്റെ ഉപമയെ കുറിച്ച് പറയുന്നു. ഈശോ ഇങ്ങനെ വിതച്ച് പോവുകയാണ്. അവൻ നന്മ മാത്രം, അവന്റെ ജോലി അവൻ ചെയ്യുന്നുണ്ട്. കർത്താവിനോട് നീ ചെയ്യേണ്ടതൊന്നും നീ ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അവൻ ഒന്നും വിട്ടുകളയാതെ വിതച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിനോട് ആർക്കും ഒരാൾക്കും പരാതി പറയാൻ സാധിക്കുകയില്ല. എന്റെ കാര്യത്തില് അപ്പച്ചൻ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് ഈശോയോട് പറയാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ഈശോ പറയുകയാണ്, ഞാൻ വിതച്ചു, പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നീ ഒരു ഫലവും എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടില്ല. നീ ഒന്നും പുറപ്പെടുവിച്ചിട്ടില്ല. നീ പുറപ്പെടുവിച്ചത് മുഴുവൻ മുള്ളുകളും മുൾച്ചെടികളുമാണ്. നിന്നെ കൊണ്ട് എനിക്കൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഒരു കടലാസ് വള്ളിയിൽ നിന്ന് എടുത്ത് കളയേണ്ട ഒരു ഗുണം പോലും നിന്നെ കൊണ്ട് എനിക്ക് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഗുണം പോലും നിന്നെ കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു കസേര എടുത്തിടേണ്ട ഗുണം പോലും നിന്നെ കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു ചൂലെടുത്ത് അടിച്ചു വാരേണ്ട ഒരു ഗുണം പോലും നിന്നെ കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, അതാണ് ഈ 100 മേനി എന്ന് പറയുന്നത്. നമ്മൾ എത്രമാത്രം ഗുണം കർത്താവിന് വേണ്ടി, നീ നിനക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതല്ല ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. കർത്താവ് നീ ഗുണമുള്ള ഒരാളാണോ എന്ന് നോക്കുന്നു. നിനക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയിട്ടല്ല, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ രാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നീ എന്ത് ഫലം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിന്റെ അക്കൗണ്ട് ശൂന്യമാണോ? നിന്റെ ബാങ്ക് ബാലൻസ് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നീ ചെയ്തതിന്റെ കണക്കിന്റെ അക്കൗണ്ട്, ആ കണക്ക് പുസ്തകത്തിൽ എന്തുണ്ട്? അതിൽ നല്ല ഒരു ബാലൻസ് ബാക്കി ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പൊ ബാലൻസ് കൂടുതലാവും തോറും നമ്മുടെ കണക്ക് പുസ്തകത്തിൽ കാശ് കൂടും തോറും നമുക്ക് വിഷമമായിരിക്കും, സന്തോഷമായിരിക്കും. നമുക്ക് സന്തോഷം കൂടി വരും. കാരണം നമ്മുടെ ബാക്കിയിരിപ്പ് കൂടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു എന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. കസേരയിടുന്നു എന്നുള്ളത്, അടിച്ചു വാരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എണ്ണ നിറയ്ക്കുന്നു എന്നുള്ളത്, പ്രാർത്ഥിക്കുന്നു എന്നുള്ളതൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ഈ ശുശ്രൂഷ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും തോറും നമ്മുടെ ബാലൻസ് കൂടിക്കൂടി വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകൾക്ക് ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ്. ഒരു കസേര എടുത്തിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം വേദനയാണ്. അല്ലെങ്കിൽ ഒന്ന് അടിച്ചു വാരാൻ പറഞ്ഞാൽ അതിന് സമയമില്ല. ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറഞ്ഞാൽ അയ്യോ എനിക്ക് ഇതിനൊന്നും നേരമില്ല. പക്ഷെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഓടി നടക്കാൻ വലിയ താല്പര്യം. സ്വന്തം കാര്യത്തിന് വേണ്ടി ഓടി നടന്നതിന്റെ കണക്കല്ല 100 മേനിയുടെ കണക്ക്. 100 മേനിയുടെ കണക്ക് എന്ന് പറയുന്നത് നീ കർത്താവിന് വേണ്ടി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള, നേടിയിട്ടുള്ള, ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ കണക്കാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം, ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള വചനഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഈ വചനത്തിന്റെ തന്നെ വ്യാഖ്യാനത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിൽ നിന്ന് നിന്നെ ആരാണ് തടസ്സപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിശാച് വന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് നന്മ എടുത്തു കളയും. പള്ളിയിലിരിക്കുന്നതിനുള്ള നിന്റെ താല്പര്യം പിശാച് വന്നെടുത്തു കളയും. വചനം വായിക്കുന്നതിനുള്ള താല്പര്യം പിശാച് വന്നെടുത്തു കളയും. പ്രാർത്ഥിക്കുന്നതിനുള്ള മറ്റുള്ളവരോട് ഈശോയെ കുറിച്ച് പറയുന്നതിനുള്ള താല്പര്യം പിശാച് വന്ന് എടുത്തു കളയും.
അങ്ങനെ എടുത്തു കളയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? നിന്റെ ഉള്ളിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നീ നിന്നെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് എനിക്ക് കുറെ പദ്ധതികളുണ്ട്, എനിക്ക് കുറെ ആശയങ്ങളുണ്ട്, എനിക്ക് ചില ബോധ്യങ്ങളുണ്ട്, അതിനപ്പുറം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പാടില്ല എന്ന് ചില വാശികള് ഹൃദയം പാറപ്പുറം പോലെയാക്കി മാറ്റുന്നവരുണ്ട്. അപ്പൊ ഞാൻ എന്നെ തന്നെ എന്നിൽ കുത്തി നിറയ്ക്കുന്നു. ഈ ലോകത്തിന്റെ ചില വ്യക്തികള് വന്ന് എന്റെ ഉള്ളിൽ നിന്ന് വചനമെടുത്തു കളയുന്നു. അങ്ങനെ പലതരത്തില് ഞാൻ അൺപ്രൊഡക്റ്റീവായിട്ട് മാറുന്നു, ഒരു ഗുണവുമില്ലാത്ത ഒരാളായിട്ട്. ദൈവരാജ്യത്തിനു വേണ്ടി ഒരു ഗുണവുമില്ലാത്തൊരു മനുഷ്യനായി ഞാൻ മാറുന്നു. അങ്ങനെ മാറുന്നവരുടെ പേരാണ്, പ്രിയപ്പെട്ടവരെ, യൂസ്ലെസ് ലാൻഡ് എന്ന് പറയുന്നത്. ആ മനുഷ്യൻ ഒരു തരിശ് നിലമാണ്. നിന്റെ ഹൃദയം, നിന്റെ ജീവിതം ഒരു തരിശ് നിലമാണോ? ഒരു നന്മയും പുറപ്പെടാത്തൊരു നിലമാണോ? അല്ലെങ്കിൽ നിന്റെ ജീവിതം നിറയെ ഫലങ്ങൾ ഉണ്ടായിട്ട്, നമുക്കറിയാം ഈ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നത് ഭൂമിക്ക് വേണ്ടിയല്ല. ഭൂമി ഫലം പുറപ്പെടുവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? അതിന്റെ ഉടമസ്ഥന് വേണ്ടിയാണ്. നമ്മളാകുന്ന നിലം ഫലം പുറപ്പെടുവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ ഉടമസ്ഥനായ നമ്മുടെ ദൈവത്തിന് വേണ്ടിയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിരന്തരം ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? ഞാൻ എന്നിൽ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? ഈ വലിയൊരു ചോദ്യം ചോദിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ, കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നതിന് നമ്മൾ ജാഗരൂകത പ്രദർശിപ്പിക്കാതിരുന്ന സമയങ്ങളുണ്ട്. അതിൽ അലസത കാട്ടിയ സമയങ്ങളുണ്ട്. കർത്താവിന്റെ ഫലങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കൊത്തിയെടുത്ത് പറന്നു പോകാൻ ചില പിശാചുക്കളെ നമ്മൾ അനുവദിച്ച സമയങ്ങളുണ്ട്. നമുക്ക് അനുദപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യും. ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വീണ്ടും ദൈവരാജ്യത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാഹചര്യങ്ങൾ ലഭിക്കുന്നതിനെ ഓർത്ത് ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ, ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ഒക്കെ നമുക്ക് പല മേഖലകളിൽ, അടുക്കള മുതൽ അൾത്താര വരെയുള്ള പല മേഖലകളിൽ ശുശ്രൂഷ ചെയ്യാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരുന്നതിനെ ഓർത്ത്, തന്നിട്ടുള്ളതിനെ ഓർത്ത്, ഇനിയും അവിടുന്ന് നമുക്ക് വേണ്ടി അവസരങ്ങൾ ഒരുക്കുന്നതിനെ ഓർത്ത് നമുക്ക് കരമുയർത്തി സ്തുതിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ. ഹല്ലേലൂയ. നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത്, കണ്ണിന് കാഴ്ച കർത്താവിന് വേണ്ടി കാണാൻ കഴിയുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു കരമടിച്ച് സ്തുതിക്കാം. കർത്താവിന് വേണ്ടി കേൾക്കാൻ കഴിയുന്നതിനെ ഓർത്ത് നന്ദി പറയട്ടെ. കർത്താവിന് വേണ്ടി സ്നേഹിക്കാൻ കഴിയുന്നതിനെ ഓർത്ത് നന്ദി പറയട്ടെ. അവിടത്തേക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്നതിനെ ഓർത്ത് ദൈവമക്കളെ നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി കരമടിച്ച് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് 7 നിയോഗങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്തി നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. നാം പുറപ്പെടുവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലമാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഫലം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ 100 മേൽ, സ്നേഹത്തിന്റെ 100 മേൽ, വിശ്വാസത്തിന്റെ 100 മേൽ, പ്രത്യാശയുടെ 100 മേൽ, ആത്മപരിത്യാഗത്തിന്റെ 100 മേൽ കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്ന ഒരു നിലമായി നമ്മുടെ ജീവിതം മാറുന്നതിന് വേണ്ടി, കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ഫെർട്ടൈൽ ലാൻഡായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിന്റെ കരുണ ഭൂമിയുടെ മേൽ, പ്രകൃതിയുടെ മേൽ, പ്രപഞ്ചത്തിന്റെ മേൽ. ഇന്ന് രോഗികളായി ഭവനങ്ങളിലും ആശുപത്രികളിലും ഈ രാത്രിയിൽ കഴിയുന്നവർ, തളർന്നു കിടക്കുന്നവർ, നാളെ ഓപ്പറേഷന് വിധേയരാകുന്നവർ, പരീക്ഷകൾ എഴുതുന്നവർ, അതിന്റെ റിസൾട്ട് കാത്തിരിക്കുന്നവർ, യാത്ര ചെയ്യുന്നവർ, ഈ രാത്രിയിൽ ഭക്ഷണമില്ലാത്തവർ, അനാഥർ, വിധവകൾ, അഭയാർത്ഥി കേന്ദ്രങ്ങളിലും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും കഴിയുന്നവർ, പ്രകൃതി ദുരന്തങ്ങളിലും യുദ്ധങ്ങളിലും പെട്ട് തങ്ങളുടെ സമ്പത്തും ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനാഥമന്ദിരങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലും ജയിലുകളിലും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സയിലുമൊക്കെ ആയിരിക്കുന്ന അനേകം മക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരണാസന്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഈ ദിവസങ്ങളിൽ വിവാഹിതരാകുന്നവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല ജനതകൾ കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്
ദൈവരാജ്യത്തിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുദിനം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന, സമൃദ്ധമായി ഞങ്ങൾക്ക് അകൃപകൾ ഞങ്ങളിൽ വർഷിക്കുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി, ദൈവാനുഗ്രഹങ്ങൾ സമൃദ്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ പെയ്തിറങ്ങുന്നൊരു രാത്രി ആശംസിക്കുന്നു. നന്നായി വിശ്രമിക്കുകയും നാളെ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യാൻ സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.